നമസ്കാരം. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് കടൽ മത്സ്യം കഴിച്ചതിന് പിന്നാലെ ഉണ്ടായ ദേഹാസ്വസ്ഥ്യം, അതിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. മണിക്കൂറുകൾക്കകം തന്നെ 2 പേർ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. 2 പേർക്കും സംഭവിച്ചത് എന്താണ് എന്നുള്ള അന്വേഷണത്തിൽ ആ ഒരു പേടിയിൽ തന്നെയാണ് ഇപ്പോൾ ഓരോ മണിക്കൂറും മുന്നോട്ട് പോകുന്നത്. കാരണം ഈ ഭക്ഷ്യവിഷബാധയാണോ എന്നുള്ള സംശയങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കുടുംബം ആരോപിക്കുന്നത് പ്രകാരം ഭക്ഷ്യവിഷബാധയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിഴിഞ്ഞത്ത് നിന്നാണ് ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ, സൂചനകൾ പുറത്തു വരുമ്പോൾ അത് ഭക്ഷ്യവിഷബാധയാണോ അതോ മറിച്ച് ഇവർക്ക് എന്തെങ്കിലും അലർജികൾ ഉണ്ടായിരുന്നു എന്നുള്ള സംശയങ്ങളാണ് നിലവിൽ വരുന്നത്. സംശയം എന്നതിനേക്കാൾ ഉപരി ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാക്കുന്നത് 2 പേർക്കും ചില മത്സ്യങ്ങളോട് അലർജിയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർ 2 പേരും കഴിച്ചിരിക്കുന്നത് മീൻമുട്ട, കൊഞ്ച് പോലുള്ള കടൽ മത്സ്യങ്ങളായതുകൊണ്ട് തന്നെ മരണത്തിന് കാരണം ഭക്ഷ്യ വിഷബാധയെ എന്നതിനേക്കാൾ ഉപരി അലർജിയാണോ എന്നുള്ള സംശയങ്ങൾ ഉയരുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നാലേ ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ ഈ ആരോപണത്തിന് അടിസ്ഥാനമായിട്ടുള്ള കട പോലീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. രാവിലെ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി എത്തിയിരുന്നുവെങ്കിലും അവിടെയുള്ള പ്രവർത്തകരോട് ഇത്തരത്തിലൊരു പരാതിയുണ്ട്, ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നിജസ്ഥിതി എന്നത് അറിയുന്നത് വരെ തൽക്കാലത്തേക്ക് കട അടച്ചിടണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകുന്നു. കട ഇപ്പോൾ അടച്ചിട്ട നിലയിൽ തന്നെയാണ്. കൊല്ലത്ത് നിന്നുള്ള ആളുകളാണ് ഇത്തരത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 5ഓളം ആളുകൾ അടങ്ങുന്ന ഒരു സംഘം കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞത്തേക്ക് വിനോദത്തിന്റെ ഭാഗമായിട്ട് എത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ വിഴിഞ്ഞത്തെത്തുന്നവർ കടൽ മത്സ്യങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ അസ്മാക്ക് എന്ന് പറയുന്ന ഒരു കടയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ഒരുപാട് ഭക്ഷണ വസ്തുക്കൾ ഓർഡർ ചെയ്യുന്നു. അതിലുണ്ടായിരുന്ന മീൻമുട്ടയും കൊഞ്ചും കഴിച്ചാണ് ഇരുവർക്കും അസുഖം അല്ലെങ്കിൽ അലർജി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. കൊല്ലം നിലമേലിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് യാത്ര തിരിക്കുന്നത്. അതിൽ 2 പേർക്കാണ് അതിദാരുണമായിട്ടുള്ള മരണം സംഭവിക്കുന്നത്. മരണം ഭക്ഷ്യവിഷബാധയാണോ എന്നുള്ള സംശയങ്ങളായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. റഷീദ ബീവി, മരുമകനായിട്ടുള്ള ഷാജി എന്നിവരാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തെ ഹോട്ടലിൽ വച്ചാണ് ഇവർ ഭക്ഷണം കഴിച്ചതെന്നും അതിന്റെ ഭാഗമായിട്ടുണ്ടായ ദേഹാസ്വസ്ഥ്യമാണ് മരണകാരണം എന്നുമാണ് സംഭവമുണ്ടായ ഉടൻ തന്നെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും പറയുന്നത്. 4 പേർക്കാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത് എന്നും ഇവരുടെ മൃതദേഹങ്ങൾ, അതായത് മരണപ്പെട്ട 2 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം പാരിപ്പള്ളി മെഡിക്കൽ കോളേജുകളിലായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകാതെ തന്നെ പുറത്തുവരും. അതോടുകൂടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നതായിരിക്കും. ശാസ്ത്രീയ പരിശോധന നടത്തിയ ശേഷമേ ഭക്ഷ്യവിഷബാധയാണോ മരണകാരണം എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. ആരോഗ്യവകുപ്പ് അധികൃതരും സംഭവത്തിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്തെ ഹോട്ടലിൽ പോലീസ് എത്തുകയും അവരോട് ഹോട്ടൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയുന്നതുവരെ പൂട്ടിയിടണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം 9 മണിയോടെയാണ് കുടുംബാംഗങ്ങൾ ഇവിടെ എത്തി ഭക്ഷണം കഴിക്കുന്നതെന്നാണ് വിവരം. ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ വൈകാതെ ഹോട്ടലിൽ തന്നെ പരിശോധന നടത്തി ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തിക്കുന്ന ഈ ഒരു കട തൽക്കാലത്തേക്ക് തുറക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കുടുംബം നൽകുന്ന റിപ്പോർട്ട് പ്രകാരം അവർ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ്, അതായത് കടൽ മത്സ്യം കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു ആരോഗ്യ സ്ഥിതിയിൽ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായത് എന്ന് പറയുന്നത്. മരണപ്പെട്ട സ്ത്രീ അവർ ഒരുപാട് കാലമായിട്ട് ചികിത്സയിൽ കഴിയുന്ന ഒരാളായിരുന്നു, ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാളായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തമായി പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും 2 പേർക്കും ചില ഭക്ഷണ വസ്തുക്കളോട് അലർജി ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് കുടുംബങ്ങളും. പക്ഷെ അത്തരത്തിൽ അലർജിയൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കാനുള്ള കാരണം അത് ഭക്ഷ്യവിഷബാധയാകാം എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് തിരികെ പോകുന്ന വഴിയിലാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ എത്തിയത് ഏകദേശം 5ഓ 6ഓ അടങ്ങുന്ന ഒരു സംഘമാണ് എന്നുള്ള സൂചനയുണ്ട്. അതിൽ 4 പേർക്കാണ് ഗുരുതരമായിട്ടുള്ള ദേഹാസ്വസ്ഥ്യങ്ങൾ അനുഭവപ്പെടുന്നത്. അതിൽ 2 പേരുടെ നില ഗുരുതരമാകുകയും ഒരാളെ
പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയുമായിരുന്നു. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാകുകയും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. ഈ മരണപ്പെട്ട രണ്ടുപേർക്കുമാണ് ഭക്ഷ്യ വിഷബാധ എന്നതിനേക്കാൾ ഉപരി അലർജിയുടെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങൾ ഗുരുതരമായി ഉണ്ടായിരുന്നത് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. രണ്ടുപേർക്കും ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായതാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലവിൽ വരുന്നുണ്ട്. എന്തായാലും ബന്ധുക്കൾ വളരെ വേദനയോടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം കുടുംബങ്ങളുമായി എത്തിയ ആഘോഷത്തിന്റെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മറ്റ് ദുരന്ത വാർത്ത എന്നുള്ളതാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത്. കടൽ മത്സ്യങ്ങൾ പലപ്പോഴും കഴിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് മുന്നിലേക്ക് പലപ്പോഴും വരാറുണ്ട്. കൊഞ്ചു പോലുള്ള പല ഭക്ഷ്യവസ്തുക്കളും അല്ലെങ്കിൽ കടൽ മത്സ്യങ്ങളും എല്ലാവർക്കും ഒരേപോലെ അനുയോജ്യമായിട്ടുള്ളതല്ല എന്ന് പല ആരോഗ്യ വിദഗ്ധരും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. കൊഞ്ച്, അതുപോലെ തന്നെ മീൻമുട്ട പോലുള്ള പല വസ്തുക്കളും പലർക്കും അലർജിയാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ ഇടയാക്കിയുള്ള സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ മുൻപ് ഇത്തരത്തിൽ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിരുന്നവരായിരുന്നോ ഇവർ എന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള പഠനത്തിലേക്ക് അടക്കം ആരോഗ്യ വകുപ്പ് പോകുന്ന സാഹചര്യമാണ്. അതേസമയത്ത് ഈ കടയെ സംബന്ധിച്ചും ചില സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ചില ആളുകൾ ഇവിടുത്തെ ഫുഡ് അതിന്റെ സുരക്ഷിതത്വം എത്രമാത്രം ഉണ്ട് എന്നുള്ളതൊക്കെ അളക്കുകയാണ്. ചിലർ പറയുന്നു അവിടെയുള്ള മത്സ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള മത്സ്യങ്ങളെല്ലാം മറ്റെവിടെ നിന്നും എത്തിച്ചതാണ് എന്ന് പറയുന്നു. മറ്റു ചിലർ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇത് ഈ പറയുന്നത് പോലെ അലർജിയുടെ ഭാഗമായിട്ടുണ്ടായ മരണമാണ് എന്നുള്ള സംശയങ്ങൾ പറയുന്നു. എന്തായാലും നിരവധി ആളുകൾ തന്നെ ഈ വിഷയവും അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കടയുടെ മുൻവശത്തൊക്കെ ആയിട്ട് തടിച്ചുകൂടിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വഴിത്തിരിവാകും എന്നുള്ള നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇനി ആ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടുന്നത്. മരണകാരണം അത് ഭക്ഷ്യവിഷബാധ ഏറ്റതാണോ അതോ ഈ പറയുന്നത് പോലെ അവരുടെ ശാരീരികമായിട്ടുള്ള അലർജി അത് കാരണമുണ്ടായിട്ടുള്ള എന്തെങ്കിലും ദേഹാസ്വസ്ഥം മൂലമാണോ മരണത്തിന്റെ കാരണമായത് എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ്. വളരെ വേദനാജനകമായിട്ടുള്ള രണ്ടുപേരുടെ മരണം അതുതന്നെയാണ് ഇപ്പോൾ കടൽ മത്സ്യം കഴിച്ചതിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഹലോ 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 ഉറക്കെ പറഞ്ഞ എങ്ങനെയാ മൈക്ക് വർക്ക് ചെയ്യുന്ന അറിയാൻ പറ്റുക. ഹലോ 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 ഹലോ